ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊഡ്യൂളിന്റെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സിലബസ് കാണുമ്പോൾ അവർക്കൊരു വേഗ ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഓരോ ടോപ്പിക്കിനകത്തും എത്ര ഡെപ്തിൽ കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് നെഗ്ലക്ട് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുൻവർഷ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസും സിലബസ് പ്രകാരമുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊഡ്യൂളിൽ ഏതൊക്കെ കണ്ടന്റ്സ് ഉറപ്പായിട്ട് കുട്ടികൾ നോക്കിയിരിക്കണം, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്കിതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025. നെയിം ഓഫ് ഫേം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech in Computer Science or Information Technology from a recognized university or MSc in Computer Science or Master of Computer Application ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക 31/12/2025 ആണ്. ഇനി അടുത്ത കാറ്റഗറി നമ്പർ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 460/2025. നെയിം ഓഫ് ഫോം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ക്വാളിഫിക്കേഷൻ വരുന്നത് MCA or BTech in IT or BTech Computer Science from a recognized university or its equivalent. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് December 31/2025 ആണ്. അപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് നോക്കാം. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ 3 ഡിഫറെന്റ് പാർട്ടായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ ആണ്. അപ്പൊ അതിൽ നമ്മുടെ സിലബസിൽ മെയിൻ ആയിട്ട് സിലബസിൽ ഒരു വേഗ ഐഡിയ ഉള്ളു. സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോരോ മെയിൻ ടോപ്പിക്കുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര ഡെപ്തിൽ പോകണം എന്നതിനെ പറ്റി സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പൊ മെയിൻ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കുക. ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്, K-map, TTL ആൻഡ് CMOS ലോജിക് ഫാമിലീസ്, കോമ്പിനേഷൻ ലോജിക്സ് ഡിസൈൻ, സിൻക്രണസ്. നോക്കിക്കോ ഇവിടെ കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ, സിൻക്രണസ്, അങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ ബൂളിയൻ എക്സ്പ്രഷൻ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇനി മൈക്രോ പ്രോസസറിൽ അതിന്റെ ആർക്കിടെക്ചർ വരുന്നുണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ സ്കീം ആൻഡ് ഇന്റർഫേസ്, അഡ്രസ്സിംഗ് മോഡ്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻ, കൺട്രോൾ ലോജിക് പ്രോസസർ, അഡ്രസ്സിംഗ് ആൻഡ് ബസ് ഓർഗനൈസേഷൻ, പ്രോസസർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആൻഡ് DMA, മെമ്മറി ഓർഗനൈസേഷൻ ആൻഡ് ക്യാഷ് കൊഹറൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ CPU ഷെഡ്യൂളിംഗ്, ഡെഡ് ലോക്സ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം, ഡിസ്ക് ഷെഡ്യൂളിംഗ്, പ്രോസസ് ത്രെഡ്സ് and their synchronization, real-time operating system, clock synchronization and task scheduling, system initialization, booting and handling, user accounts, backup and restore, bone shell programming for Linux. ഇത്രയാണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോരോ ടോപ്പിക് ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാം. പാർട്ട് A വരുന്നത് എന്താണ്? ഡിജിറ്റൽ ലോജിക് സിസ്റ്റം ആൻഡ് മൈക്രോ പ്രോസസർ. അപ്പൊ ഡിജിറ്റൽ തുടങ്ങുന്ന തന്നെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. അതിന് നമ്പർ സിസ്റ്റം എന്നൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ ഇനിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് മാത്രം അങ്ങ് പഠിച്ചു പോകും. അപ്പൊ നമ്പർ സിസ്റ്റം, അതിന്റെ ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, കൺവേർഷൻ ഒക്കെ അറിയാത്ത കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ സിസ്റ്റം ബേസ്ഡ്, കൺവേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൺസ് കോംപ്ലിമെന്റ് ടൂസ് കോംപ്ലിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സിലബസിൽ അതിന്റെ ബേസിക് തൊട്ട് ഇൻഡെപ്ത് ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഡിജിറ്റലിൽ ഒഴിവാക്കാൻ പാടില്ലാതെ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റം എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം അറിഞ്ഞിരിക്കണം, അതിന്റെ കൺവേർഷൻ അറിയണം. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചതെന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈൻ നമ്പർ റെപ്രസെന്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ വൺസ് കോംപ്ലിമെന്റ് ടൂസ് കോംപ്ലിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബൂളിയൻ ആൾജിബ്ര ആൻഡ് ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. അതിൽ നമ്മൾ അതിന്റെ കീ കൺസെപ്റ്റ് അറിയണം. ബൂളിയൻ വേരിയബിൾസ്, ബേസിക് ഓപ്പറേഷൻ, ആൻഡ് ഓർ നോട്ട്, ബേസിക് ഓപ്പറേഷൻ അറിയണം. ദെൻ മെയിൻ ആയിട്ടുള്ള ലോസ്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഐഡന്റിറ്റി, നൾ, ഐഡംപൊട്ടന്റ്, കോംപ്ലിമെന്റ്. ദെൻ ഡിമോർഗൻസ് തിയറം അറിയണം. കാനോണിക്കൽ ഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് മിൻ ടേം, പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേം, ഡോൺ കെയർ കണ്ടീഷൻ, സിംപ്ലിഫിക്കേഷൻ ടെക്നിക്സ്, ഓൾജിബ്രായിക് മെത്തേഡ്, കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ഒക്കെ അറിയണം. പിന്നെ സിലബസിൽ പ്രത്യേകം കെ മാപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ടൈപ്സ് 2 വേരിയബിളിന്റെയും 3 വേരിയബിൾ 4 വേരിയബിൾ വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ലോജിക് ഫാമിലീസ്, TTL ആൻഡ് CMOS പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ TTL ആൻഡ് CMOSന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം, അവയുടെ കമ്പാരിസൺ അറിയണം, സ്പീഡ്, ഫാൻ ഇൻ ഫാൻ ഔട്ട്, പവർ ഡിസിപ്പേഷൻ കൺസെപ്റ്റ് ഒക്കെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത വരുന്നത് സിലബസിൽ ജസ്റ്റ് കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആഡേഴ്സ്, ഹാഫ് ആഡർ അറിയണം, ഫുൾ ആഡർ, സബ്ട്രാക്ടേഴ്സ്, മക്സ്, ഡിമക്സ്, എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ് ഒക്കെ അറിയണം. കഴിഞ്ഞ വർഷത്തിൽ ഡിമക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൾട്ടിപ്ലക്സർ ബേസ്ഡ് ലോജിക് റിയലൈസേഷൻ, ഇതൊക്കെ നമ്മൾ ഡെപ്തിൽ തന്നെ കവർ ചെയ്ത് പോകണം. ഇനി അടുത്തത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് നോക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്സ് SR, JK, DT ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കണം. കഴിഞ്ഞ വർഷം നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് റൈസർ ഓൺ കണ്ടീഷൻ നോക്കണം, എഡ്ജ് ട്രിഗറിംഗ് നോക്കണം. ഇനി അടുത്തത് മൈക്രോ പ്രോസസർ ആണ്. 8086 മൈക്രോ പ്രോസസർ ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആർക്കിടെക്ചർ നോക്കുക, ബസ് ഇന്റർഫേസ് യൂണിറ്റ്, എക്സിക്യൂഷൻ യൂണിറ്റ്, രജിസ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ പർപ്പസ്, സെഗ്മെന്റ്, പോയിന്റർ ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്, അഡ്രസ്സിംഗ് മോഡ്സിൽ ഇമ്മീഡിയറ്റ്, രജിസ്റ്റർ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ബേസ്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ്, ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ഇന്റർഫേസസ്, മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഐസൊലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇത്രയും കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ തന്നെ പറഞ്ഞു നമുക്ക് 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ഡിജിറ്റൽ ലോജിക് ഡിസൈൻ ആൻഡ് മൈക്രോ പ്രോസസർ 8086 ആണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് രണ്ടാമത്തെ പാർട്ടാണ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ എന്താണ്? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അപ്പൊ അതിന്റെ കമ്പോണൻസ് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, സിംഗിൾ മെമ്മറി ഫോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഒക്കെ നോക്കിയിരിക്കണം. ഇനി അടുത്തത് രജിസ്റ്റർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻ. അതിലെ ഇമ്പോർട്ടന്റ് രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MDR, ഇതെല്ലാം നോക്കണം. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ രജിസ്റ്ററും നമ്മൾ എന്താണ് ഇൻഡെപ്ത് തന്നെ പഠിച്ചു പോവുക. അടുത്തത് കൺട്രോൾ യൂണിറ്റ് ആൻഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. അതിലെ ടൈപ്സിൽ ഹാർഡ് വയർഡ് കൺട്രോൾ, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ, കൺട്രോൾ വേർഡ് എൻകോഡിംഗ്, ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ഒക്കെ നോക്കുക. കഴിഞ്ഞ വർഷം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ബസ് ഓർഗനൈസേഷൻ ആണ്. ബസ് ഓർഗനൈസേഷന്റെ തന്നെ ടൈപ്സ് നോക്കുക. ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്, പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇന്ററപ്റ്റ് ഡ്രിവൺ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക.
ബസ് ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ട് ക്യാഷ് മെമ്മറി വരുമ്പോൾ ക്യാഷ് മെമ്മറിയുടെ കൺസെപ്റ്റ്, പിന്നെ ക്യാഷ് ഹിറ്റ് ആൻഡ് മിസ്, ഇത് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ എന്നൊക്കെ ഒരുപാട് തവണ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഹിറ്റ് റേഷ്യോ, മിസ് പെനാലിറ്റി, ആവറേജ് മെമ്മറി ആക്സസ് ടൈം, അത് ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. ക്യാഷ് മാപ്പിംഗ്, ഡയറക്റ്റ് മാപ്പിംഗ്, അസോസിയേറ്റീവ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, ക്യാഷ് കൊഹറൻസ്, ഡേർട്ടി ബിറ്റ് കൺസെപ്റ്റ്. ഡേർട്ടി ബിറ്റ് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൈറ്റ് ത്രൂ വേഴ്സസ് റൈറ്റ് ബാക്ക് കൺസെപ്റ്റ്. ദെൻ പാർട്ട് സി വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോസസ് ആൻഡ് ത്രെഡ്, പ്രോസസ് സ്റ്റേറ്റ്സ്, ന്യൂ, റെഡി, റണ്ണിംഗ്, വെയിറ്റിംഗ്, ടെർമിനേറ്റഡ്, ത്രെഡ്സ്, യൂസർ ലെവൽ, കർണൽ ലെവൽ, സിൻക്രണൈസേഷൻ, സെമഫോർസ്, മ്യൂടെക്സ്, ഇത്രയും കൺസെപ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം സെമഫോർ, ഓപ്പറേഷൻ സെറ്റ്, വെയിറ്റ് ആൻഡ് സിഗ്നൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി CPU ഷെഡ്യൂളിംഗ് ആണ്. അതിന്റെ അൽഗോരിതംസ് FCFS, SJF, പ്രയോറിറ്റി, റൗണ്ട് റോബിൻ, മെട്രിക്സ്, വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം, ഇത്രയും കൺസെപ്റ്റ് നോക്കുക. ദെൻ ഡെഡ്ലോക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടീഷൻസ് നോക്കുക. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, ദെൻ സർക്കുലർ വെയിറ്റ്, ബാങ്കേഴ്സ് അൽഗോരിതം, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ഇനി മെമ്മറി മാനേജ്മെന്റ് ആണ്. അതിൽ തന്നെ ടെക്നിക്സ് നോക്കുക. പേജിംഗ്, സെഗ്മെന്റേഷൻ, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ഫിഫോ, ബെലാഡീസ് അനോമലി, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പം LRU, ഒപ്റ്റിമൽ. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഡെപ്തിൽ പോകണം. നമ്മൾ സർഫസ് ആയിട്ട് ജസ്റ്റ് എന്താണ് ആ വാക്ക്, അതിന്റെ മീനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റ് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരിക്കലും മിസ്സാകാതെ കവർ ചെയ്യേണ്ട കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി അടുത്ത് ഇന്ററപ്റ്റ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടൈപ്സ് നോക്കുക. പോളിംഗ് കൺസെപ്റ്റ്, ദെൻ ഡേസി ചെയിനിങ്, വെക്ടേർഡ് ഇന്ററപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, പോളിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫയൽ സിസ്റ്റം ആൻഡ് ഡിസ്ക് ഷെഡ്യൂളിംഗ്, അല്ലെങ്കിൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം, FCFS, SSTF, സ്കാൻ, C-സ്കാൻ കൺസെപ്റ്റ്. ദെൻ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിറ്റർമിനിസ്റ്റിക് റെസ്പോൺസ്, ടാസ്ക് ഷെഡ്യൂളിംഗ്, ക്ലോക്ക് സിൻക്രണൈസേഷൻ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റുഡൻസ് നോക്കി പോണം. ഈ വരുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ ബൂട്ടിംഗ് പ്രോസസ്, ബയോസ്, യൂസർ മാനേജ്മെന്റ്, യൂസർ അക്കൗണ്ട്സ്, പെർമിഷൻ, ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ, ദെൻ ബോൺ ഷെൽ പ്രോഗ്രാമിംഗ്, ഷെൽ വേരിയബിൾസ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവുക. അപ്പം ഇത്രയാണ് നമ്മളിപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊഡ്യൂളിൽ ഓരോ ഭാഗത്തും അതിനെ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡിജിറ്റൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ഭാഗത്തുനിന്നും പ്രധാനമായിട്ട് ഇൻഡെപ്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, ഉറപ്പായിട്ട് സ്റ്റുഡൻസ് മിസ്സാക്കാതെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന്റെ ഫ്രീ നോട്ട്സ് ആക്സസ് ചെയ്യാം. സ്റ്റുഡൻസിന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടെക് PSC ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ കൊടുക്കും. ഫുൾ ലെങ്തിലുള്ള നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടെക് PSCയുടെ ആപ്പ് ത്രൂ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.